അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? ഇത് ഫില്ല് ചെയ്യാത്തത്, ഇത് ഫില്ല് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായി. ഹേ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുകയാണോ? അപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. ബ്രൈഡ് ടു ബി ആയിട്ടുള്ളവരാണ് ഈ കാണുന്നതെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ബ്രൈഡ്സ് ആവാൻ പോകുന്നുണ്ടെങ്കിൽ, കല്യാണമൊക്കെ ഉറപ്പിച്ചവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതായത് ബ്രൈഡ്സിന് വേണ്ടിയിട്ടുള്ള സ്കിൻ കെയറിനെ കുറിച്ചുള്ള വീഡിയോ ആയിരുന്നു കഴിഞ്ഞത്. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു ഐബ്രോ ട്യൂട്ടോറിയലാണ്. ഐബ്രോസ് എങ്ങനെ ഫില്ല് ചെയ്യാന്നുള്ളൊരു വീഡിയോ ആണ്. ഈ ഒരു പ്രോഡക്റ്റ് ഒരു ഹൈ എൻഡ് ബ്രാൻഡാണ്. ഹൈ എൻഡ് ബ്രാൻഡ് ആണെങ്കിൽ തന്നെ അത് ഭയങ്കര അടിപൊളി ഒരു ബ്രാൻഡാണ്. എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയാവുന്ന കുറേ ബ്രാൻഡ്സ് ഉണ്ട്. പക്ഷേ ചില ബ്രാൻഡ്സിനെ കുറിച്ച് നമുക്ക് അറിയാനും പാടില്ല. അപ്പം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർ ഇഷ്ടം പോലെ പേര് വീഡിയോ കാണുന്നുണ്ടാവും. അതുപോലെ തന്നെ ബിഗിനേഴ്സ് ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റ് ഈ വീഡിയോ കാണുന്നുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. തീർച്ചയായിട്ടും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കാം, ഹെൽപ്ഫുൾ ആവും. ഓക്കെ, അപ്പോൾ വീഡിയോക്ക് പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. ഞാനൊരു പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. എൻ്റെ വർക്ക്സ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ പേജും ചെക്ക് ചെയ്ത് നോക്കുക, parvathy_makeover. അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കാൻ താല്പര്യമുണ്ടെങ്കിൽ parvathy_makeup എന്ന് പറഞ്ഞ പേജും ചെക്ക് ചെയ്ത് നോക്കുക. ചെക്ക് ചെയ്ത് നോക്കിയാൽ മാത്രം പോരാ, ഹായ് അയക്കുക, മെസ്സേജ് അയക്കുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് Anastasia Beverly Hills ആണ്. കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. ഇതൊരു അമേരിക്കൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവരുടെ പ്രധാനപ്പെട്ട സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇവരുടെ ഐബ്രോ പ്രോഡക്റ്റ്സ് ആണ്. ഇവരുടെ ഐബ്രോ പ്രോഡക്റ്റ്സ് ആണ് ബെസ്റ്റ് സെല്ലിംഗ് പ്രോഡക്റ്റ്സ്. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഒരു ബ്രാൻഡാണ് Anastasia Beverly Hills. ഓൾമോസ്റ്റ് എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ കയ്യിലും ഈ ഒരു ബ്രാൻഡ് ഉണ്ട്. ഓക്കെ, ഐബ്രോസിന് വേണ്ടിയിട്ട് അവർ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് Anastasia Beverly Hills. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് ABH എന്ന് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റിനെ പറയും. ഇവർക്ക് ഐബ്രോ പ്രോഡക്റ്റ്സ് മാത്രമല്ല, ഒരുപാടധികം പാലറ്റ്സും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇവർക്ക് ഉണ്ട്. പക്ഷേ ഇവരുടെ ഐബ്രോ പ്രോഡക്റ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്യുന്ന ഇവരുടെ ബ്രാൻഡിലെ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു പാക്കേജിങ്ങിലാണ് നമ്മുടെ പ്രോഡക്റ്റ് വരുന്നത്. ഭയങ്കര നല്ല പാക്കേജിംഗ് ആണ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, Anastasia Beverly Hillsന്റെ ഡിപ്പ് ബ്രോ പോമേഡ്. ഓക്കെ, പോമേഡ്സ് എന്ന് പറയുന്നത് ഒരു ക്രീമി ടെക്സ്ചറിൽ വരുന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കാണാം ഒരു ക്രീം ബേസ്ഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഭയങ്കര അടിപൊളി പാക്കേജിംഗ് ആണ്. കണ്ട, ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു പാക്കേജിംഗ് ആണ്. ഇങ്ങനെ ലോഗോ ഒക്കെ വെച്ചിട്ട് നമുക്ക് തുറക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഡക്റ്റ്. ഈ ഷെയ്ഡ് എന്ന് പറയുന്നത് ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. ഇവർക്ക് 11 ഷെയ്ഡ്സ് ആണ് ഈ ഒരു ബ്രോ പ്രോഡക്റ്റിൽ വരണത്. ഓക്കെ, അപ്പോൾ അതിൽ ബ്ലാക്ക് കളറൊന്നും ചൂസ് ചെയ്യരുത്. നിങ്ങൾക്കൊരു നാച്ചുറൽ ഫിനിഷ് വേണമെങ്കിൽ എപ്പോഴും നമ്മളൊരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡ് വേണം ചൂസ് ചെയ്യാനായിട്ട്. അത് ഏത് ഐബ്രോ പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാലും ഡാർക്ക് ബ്രൗൺ അല്ലെങ്കിൽ ബ്രൗൺ ഷെയ്ഡ്സ് ആണ് എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, നല്ലൊരു നാച്ചുറൽ ഫിനിഷിന് വേണ്ടിയിട്ട്. ഓക്കെ, അപ്പം ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഐബ്രോ ഫില്ലിങ്ങിലോട്ട് പോവാം. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബ്രഷാണ്. ഈ ബ്രഷിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു സൈഡിൽ വരുന്നത് ഇങ്ങനത്തെ ഒരു ആംഗുലർ ബ്രഷാണ്. എന്താ, ഫ്ലാറ്റ് ആംഗിൾ ബ്രഷ്. അടുത്ത സൈഡിൽ വരുന്നത് ഒരു സ്പൂളിയാണ്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യേണ്ടത്. നിങ്ങൾക്കിത് സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും, അല്ല ഇതുപോലെ ഒറ്റ ഇതിലും വാങ്ങിക്കാൻ കിട്ടും. ഇത് വന്നിട്ട് സ്വിസ് ബ്യൂട്ടി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്നുള്ള ഒരു ബ്രഷാണ്. A10 ആംഗിൾ ഐബ്രോ ബ്രഷ് എന്നാണ് ഇതിന് പറയുന്നത്. ഓക്കെ, ഐബ്രോസിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. അപ്പോൾ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വാങ്ങിക്കാൻ കിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിട്ട് വാങ്ങിക്കണമെങ്കിലും വാങ്ങിക്കാൻ കിട്ടും. സ്പൂളി ബ്രഷ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ ആംഗിൾ ബ്രഷ് ഒന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ബ്രഷ് കിട്ടും. അപ്പം നമുക്ക് ഇതെങ്ങനെ ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രോസ് കോംപ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ ഒരു ക്ലയൻറ്റിന് ചെയ്ത് കൊടുക്കാനാണെങ്കിലും സ്വന്തമായിട്ട് ചെയ്യാനാണെങ്കിലും ആദ്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ബ്രോസ് ഇങ്ങനെ കോംപ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ചീക്ക് കൊടുക്കുക. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രീതിയിൽ ചീക്ക് കൊടുക്കുക. ഇപ്പം ഞാൻ
മേലേക്കൊന്ന് ചീക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകണത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ സൈഡിലുള്ള ബ്രഷ്, അതായത് ആംഗിൾ ബ്രഷിൽ നമ്മൾ ഈ പ്രോഡക്റ്റ് കുറച്ച് എടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി എടുത്തപ്പോൾ കൂടിപ്പോയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കൈയുടെ ബാക്കിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എക്സ്ട്രാ പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ആയിക്കോളും. എപ്പോഴും ഭയങ്കര ലൈറ്റ് ഹാൻഡായിട്ടാണ് നമ്മൾ ബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. പെട്ടെന്ന് കയറി ഒരൊറ്റ അടിക്ക് ഇങ്ങനെ ഫില്ല് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ, ഇച്ചിരി ഹാർഷായിട്ട് കൊണ്ട് ഒന്ന് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. എപ്പോഴും നമ്മൾ ബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ഭയങ്കര ലൈറ്റ് ഹാൻഡായിട്ട് ഭയങ്കര പേഷ്യൻസോട് കൂടി ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു നാച്ചുറൽ ഫിനിഷിൽ ഫില്ല് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഏറ്റവും കൂടുതൽ മിസ്റ്റേക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളിത് ഐബ്രോസ് ഫില്ല് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങും. ബിഗിനിങ്ങിൽ നിന്ന് തുടങ്ങാതെ ഇവിടെ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസിഷൻ നമുക്ക് വരച്ചെടുക്കാൻ ഈസിയാണ്. അതായത് ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ടൊരു ട്രാൻസിഷനാണ് നമ്മുടെ ഐബ്രോസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ട്രാൻസിഷൻ വരാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് തുടങ്ങാതെ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് ഇങ്ങോട്ട് ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കി വരുന്ന പ്രോഡക്റ്റ് വെച്ചിട്ട് ഫ്രണ്ടിൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഭയങ്കര ലൈറ്റ് ഹാൻഡഡ് ആയിട്ടാണ് പിടിച്ചിരിക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കോംപ് ചെയ്ത് കൊടുക്കുക. കോംപ് ചെയ്യല്ല, വരച്ചു കൊടുക്കുകയാണ്. ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഫസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുക. താഴെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു. ഇനി മേലെന്ന് ജസ്റ്റ് താഴേക്കൊന്ന് കോംപ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മേലത്തെ ഹെയർസ് ഇങ്ങനെ ഞാൻ മേലേക്കല്ലേ കോംപ് ചെയ്ത് വെച്ചിരുന്നത്, അതിനെ താഴേക്ക് കോംപ് ചെയ്ത് കൊടുക്കുക. സെയിം പൊസിഷനൊന്ന് ഉള്ളിലേക്ക് വരച്ചു കൊടുക്കുക. ബാക്കി വരുന്ന പ്രോഡക്റ്റിനെ ഞാൻ ഉള്ളിലുള്ള ഹെയർസിലും കൂടെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പം ഒരു ചെറിയ ഡാർക്ക്നെസ് ഇവിടെ തോന്നുന്നില്ലേ, ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കോംപ് ചെയ്ത് ഒന്ന് പ്ലേസ് ചെയ്യുക. ഹെയറിനെ എങ്ങനെയാണോ കൊണ്ടുവരേണ്ടത് ആ രീതിയിൽ നമ്മളിങ്ങനെ കോംപ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പോർഷനിലൊക്കെ കണ്ട ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഇനി അപ്പം അതും കൂടെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ചിലർക്ക് ഭയങ്കര ഡാർക്കായിട്ട് വേണമെന്നായിരിക്കും, ചിലർക്ക് ഭയങ്കര ലൈറ്റായിട്ട് മതി. ലൈറ്റായിട്ട് വേണമെന്നുള്ളവർക്കാണെങ്കിൽ ചോദിച്ചു നോക്കുക. സ്വന്തമായിട്ട് ആണ് ചെയ്യണമെങ്കിൽ സ്വന്തമായിട്ട് ഓക്കെ ഇത് മതിയോ ഒന്ന് വിലയിരുത്തുക. ഇനി ഏതെങ്കിലും ക്ലയൻസിന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ചു നോക്കാം, മിറർ കൊടുത്തിട്ട് ഇത് മതിയോ, ഇങ്ങനെ മതിയോ, അത് കുറച്ചുകൂടി ഡാർക്കായിട്ട് വേണോ എന്നുള്ളത് ചോദിച്ച് കൺഫേം ആക്കിയിട്ട് വേണം ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട്. അതായത് ആദ്യമേ നമ്മുടെ ഒരു ഇഷ്ടാനുസരണം ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ ഇച്ചിരി പാടായിരിക്കും. സോ ഭയങ്കര പേഷ്യൻസോട് കൂടി നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊണ്ടുവരാം. ഓക്കെ, ഇനിയും അവിടെ ഫില്ല് ചെയ്യാനുണ്ട്. ബട്ട് ഞാനിങ്ങനെ മിററിൽ നോക്കുമ്പോൾ എനിക്കിത് ഓക്കെ ആയിട്ടാണ് തോന്നുന്നത്. അതായത് നേരിട്ട് കാണുമ്പോൾ ഇത് ഓക്കെ ആയിട്ട് തോന്നും. പക്ഷേ എനിക്ക് മിററിൽ അല്ലേ ക്യാമറയിൽ നോക്കുമ്പോൾ ഈ ഒരു പോർഷനിലൊക്കെ ഇനിയും ഫില്ല് ചെയ്യാനുണ്ട്. അപ്പം ക്യാമറയിൽ വരുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മേക്കപ്പ് വന്നിട്ട് ക്യാമറയുടെ ഫ്രണ്ടിലും നേരിട്ട് കാണാനും രണ്ടും രണ്ട് രീതിയായിരിക്കും. നമ്മൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള മേക്കപ്പാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ക്യാമറയിൽ വരുമ്പോഴത്തേക്കും അത് ഒന്നും ഇട്ടിട്ടില്ലാത്തതുപോലെ നമുക്ക് തോന്നും. ഓക്കെ, പക്ഷെ നേരിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. അതേസമയം നമ്മൾ ക്യാമറയിൽ ഭയങ്കര ഗ്ലാം, ഭയങ്കര എന്താ പറയുക എക്സ്ട്രാ ഓർഡിനറി മേക്കപ്പ് ലുക്ക് നിങ്ങൾക്ക് കാണുമ്പോൾ വാവ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നേരിട്ട് കാണാൻ നല്ല പോലെ ഹെവിനെസ് ഉണ്ടാവും. എപ്പോഴും ആ ഡിഫറൻസ് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ വീഡിയോസ് കണ്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്നതും. ഓക്കെ, ചിലർ നേരിട്ട് കണ്ടിട്ട് മൗത്ത് പബ്ലിസിറ്റി വഴിയൊക്കെ ആയിരിക്കും ബുക്ക് ചെയ്യുന്നത്. പക്ഷേ ചിലർ ഇൻസ്റ്റാഗ്രാം വഴിയൊക്കെ മേക്കപ്പ് കണ്ടിട്ടായിരിക്കും ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ ചില മേക്കപ്പൊക്കെ നമുക്ക് കാണുമ്പോൾ അടിപൊളി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ആ ക്യാമറയിൽ ആ മേക്കപ്പ് അത്രയും ഇതായിട്ട് കാണുന്നതുകൊണ്ടാണ്. ക്യാമറയിൽ വരുമ്പം അത്യാവശ്യം നമ്മൾ മേക്കപ്പ് ഒരു പൊടിക്ക് കൂടുതൽ ഇട്ടാലാണ് ക്യാമറയിൽ ആ നാച്ചുറൽ ഫിനിഷ് വരുന്നത്. അതേസമയം നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ ചെറിയൊരു ഹെവിനെസ് ഉണ്ടാവും. പക്ഷെ ഭയങ്കര ന്യൂഡായിട്ടുള്ള മേക്കപ്പൊക്കെ ചെയ്തിട്ട് അങ്ങനെയാണ് നമ്മൾ ക്യാമറയിൽ കാണുന്നതെന്നുണ്ടെങ്കിൽ, അതായത് വീഡിയോ കാണുമ്പോൾ കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് അത് ഭയങ്കര ഭംഗിയായിരിക്കും, ഭയങ്കര നാച്ചുറൽ ലുക്കായിരിക്കും. അതാണ് എൻ്റെ ഡിഫറൻസ്. ഞാൻ കൺവേ ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു.
ഇനി നമ്മൾ ബാക്കി വരുന്ന പ്രോഡക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഓക്കെ, ജസ്റ്റ് ഈ ഫ്രണ്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്തിട്ട് മേലേക്ക് സ്ട്രോക്സ് കൊടുക്കുക. ഓക്കെ, മേലേക്ക് കൊടുക്കുമ്പോൾ ഹെയർ ഇങ്ങനെ മേലേക്കല്ലേ വരുന്നത്, അപ്പം ഹെയർ ലൈക്ക് സ്ട്രക്ചർ തോന്നാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ സ്ട്രോക്സ് മേലേക്ക് കൊടുക്കണം. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ നിന്ന് ആ ഒരു ഫിനിഷിങ് വേണമെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ നിന്നേ കൊടുക്കുക. ഇവിടെ ഇങ്ങനെ ഈ ഒരു പോർഷനിൽ ഇങ്ങനെ വരയ്ക്കേണ്ട ആവശ്യമില്ല, ഔട്ട്ലൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് താഴെ മാത്രം ഒന്ന് വേണമെങ്കിൽ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ സ്ട്രോക്സ് കൊടുക്കുക. ഓക്കെ, ഭയങ്കര നാച്ചുറൽ ഫിനിഷ് ആയിരിക്കും ഇവിടെ വേണ്ടത്. എന്നിട്ട് ഇങ്ങനെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് നല്ല ഇത് ഫില്ല് ചെയ്യാത്തത്, ഇത് ഫില്ല് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ വേണം നമ്മൾ ഐബ്രോസ് ഫില്ല് ചെയ്യാനായിട്ട്. ഇനി നമ്മൾ ചെയ്യുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്, സ്വന്തമായിട്ട് വേണമെങ്കിൽ ആ സ്റ്റെപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ നമുക്ക് വിടാം, കുഴപ്പമില്ല. നമുക്ക് വേണമെങ്കിൽ ഇത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഐബ്രോ മസ്കാരയൊക്കെ വെച്ചിട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. നിൻ്റെ നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ബ്രൈഡ്സിനൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൺസീലേഴ്സ് വെച്ചിട്ട് നമ്മൾ ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. പുറത്തൊക്കെ ഉള്ളത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ വരയ്ക്കണത്. ഓക്കെ, അത് ഞാനൊരു വീഡിയോയിൽ ഐബ്രോ ഫില്ലിങ് വീഡിയോ പണ്ടൊരിക്കൽ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഫുള്ളി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ചെയ്തു തരാം. ഇതിപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിലും ബ്രൈഡ്സിന് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിലും ഫിനിഷ് ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടുള്ള ഐബ്രോസ് വേണമെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യുക. കൺസീലർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക, ഔട്ട്ലൈൻ ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ഞാൻ പറഞ്ഞില്ലല്ലേ. റിവ്യൂ എന്ന് പറയാൻ ഒന്നുമില്ല, ഭയങ്കര അടിപൊളി പ്രോഡക്റ്റാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു പോമേഡാണ് അനസ്താസിയ ബെവർലി ഹിൽസിൻ്റെ ഈ ഒരു ഡിപ് ബ്രോ പോമേഡ്. ഭയങ്കര നല്ല ക്രീമി ടെക്സ്ചറാണ്, നമുക്ക് നല്ലപോലെ ഫില്ല് ചെയ്തെടുക്കാൻ പറ്റും. വേറെ എന്താ പറയുക, ഐബ്രോ പ്രോഡക്റ്റിന് വേണ്ട എല്ലാ ഗുണങ്ങളും അതിനുണ്ട്. നല്ല ഇൻറ്റൻസിറ്റി ഉണ്ട്, അതായത് ആ ഒരു കളർ പേ ഓഫ് നല്ലതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു മേക്കപ്പ് കിറ്റ് റെഡിയാക്കണം എന്നുണ്ടെങ്കിലും തീർച്ചയായിട്ടും ഈ പ്രോഡക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു കുഞ്ഞ് ഡെമോ പ്ലസ് പ്രോഡക്റ്റ് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഇനിയും വീഡിയോസ് വേണമെങ്കിൽ എന്ത് ചെയ്യുക, താഴെ വന്നിട്ട് കോമൻറ്റ് ചെയ്യുക. അടുത്ത പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോ സജഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇല്ലെങ്കിൽ കമൻറ്റായിട്ട് താഴെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.